പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് +2 ഹോം സയൻസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള 15ാമത്തെ ചാപ്റ്റർ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് പരിസ്ഥിതി നിർവഹണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന MCQ ആണ് അവതരിപ്പിക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മുടെ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്രാക്കറ്റ് എന്ന് എടുത്തെഴുതാനുള്ള ട്രൂ ഓർ ഫാൾസ് 1 വേർഡ് ക്വസ്റ്റ്യൻസ്, ഈ രീതിയിലുള്ള മാച്ച് ദ ഫോളോയിങ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിൽ നിന്ന് നന്നായി റെഫറൻസ് ചെയ്യണം എന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിലെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ സിലബസ് അനുസരിച്ച് നമുക്ക് 60% മാത്രം പാഠഭാഗങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. 60% വരുന്ന ഭാഗങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 5 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പുവർ അഗ്രികൾച്ചർ പ്രാക്ടീസസ് സോയിൽ, പുവർ അഗ്രികൾച്ചർ സോയിൽ ഇറോഷൻ, പുവർ അഗ്രികൾച്ചർ പ്രാക്ടീസസ് എന്തിനേക്കാളുണ്ട്? അത് സോയിൽ ഇറോഷൻ ആൻഡ് ഡിക്രീസ് ദി സോയിൽ ഫെർട്ടിലിറ്റി. അവിടെ മണ്ണിന്റെ ഫലപുഷ്ടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. പുവർ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഏതിന് കാരണമാകുന്നുണ്ട്? ലീഡേഴ്സ് മണ്ണൊലിപ്പ് അല്ലെ, മണ്ണൊലിപ്പ് അതേപോലെ തന്നെ അവിടെ എന്താണ്? ഡിക്രീസ് ദി സോയിൽ ഫെർട്ടിലിറ്റി, ഫലപുഷ്ടി, മണ്ണിന്റെ ഫലപുഷ്ടി കുറയുന്നു. എർത്ത് ആൻഡ് വോൾക്കാനോസ് give rise to harmful dash, earthquake and volcanoes harmful dust, അതേപോലെ സ്മോക്ക്, ഹീറ്റ് ആണ് ഇവിടെ വരിക. അതേപോലെ തന്നെ ഹാംഫുൾ ഗ്യാസസ്, ഇതൊക്കെയാണ് വരുന്നത്. എർത്ത്ക്വേക്കും വോൾക്കാനോയൊക്കെ നമുക്ക് അപകടകരമായിട്ടുള്ള പുകപടലങ്ങൾ, ഹീറ്റുകൾ, ഹാംഫുൾ അപകടകരമായിട്ടുള്ള ഗ്യാസുകളൊക്കെയാണ് പുറപ്പെടുവിക്കുന്നത്. 3 ഓവർ ഗ്രേസിംഗ് ബൈ കാറ്റിൽ ഹാർഡ്, മണ്ണിന് വളരെ ഹാർഡാക്കുന്നുണ്ട്. ഈ മൃഗങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങളാണ് മണ്ണിന് നല്ല ഹാർഡാക്കും. അൾട്ടിമേറ്റ്ലി ടു ഡാഷ് ഇറോഷൻ, അൾട്ടിമേറ്റ്ലി ടു സോയിൽ ഇറോഷൻ എന്നാണ്. 4ാമത് പുവർ പേഴ്സണൽ ഹാബിറ്റിലേക്ക് എന്താണ് വരിക? അതായത് മോശമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഹാബിറ്റ് എന്തൊക്കെയാണ്? സ്പിറ്റിംഗ്, തുപ്പുക, ഡിഫ്കാറ്റിന്റെ തുറന്നായ സ്ഥലത്തൊക്കെ മലമൂത്ര വിസർജനം നടത്തുക, അതിന്റെ സ്മോക്കിംഗ് അല്ലെ, ഡിഗ്രേഡ് വൈറസ് ലൈക്ക് സ്മോക്ക് ഡിഗ്രേഡ് എയറിന്റെ വായു മലിനീകരണത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്മോക്കിംഗ് കാരണമാണ്. ലാസ്റ്റ് ഫ്ലഡ്സ് അല്ലെ, വെള്ളപ്പൊക്കവും ഫെമിൻസ്, പകർച്ചവ്യാധികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രോങ് വിൻഡ് ആർ കാൾഡ് ഡേഷ് ഡിസാസ്റ്റർ. അതിനൊക്കെ നാച്ചുറൽ പ്രകൃതിപരമായിട്ടുള്ള ഡിസാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. എത്രയാണ് ഇതിൽ വരുന്നത്? ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വരും വീഡിയോയിൽ NISന്റെ വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെ ഗൈഡുകൾ ഉണ്ടായിരിക്കും. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും മലയാളത്തിലുള്ള ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷന് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.